അതെ, സാധാരണ അവരുടേതായിട്ടുള്ള ഒരു ചോയ്സ്, അതിൽ ബാക്കിയുള്ളവരൊന്നും പറയാൻ പോകേണ്ട ആവശ്യമില്ല. നൈറ്റ് ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിവിടെ ആസ്വദിക്കാൻ, ഇവിടെ നൈറ്റ് ലൈഫിനെ കുറിച്ച് ചർച്ച നടന്നപ്പോൾ ആസ്വദിക്കുന്നവരും ആസ്വദിക്കാൻ താല്പര്യമില്ലാത്തവരും തമ്മിൽ ചർച്ച നടന്നു. പക്ഷെ അനുഭവിക്കുന്നവരെ കുറിച്ചിട്ട് ചർച്ച നടന്നില്ല. താമസക്കാർ, ഈ നൈറ്റ് ലൈഫ് ഉണ്ടാക്കുന്ന സിറ്റി അല്ലെ ഗ്രാമം, എവിടെ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അവിടുത്തെ ജനങ്ങൾ ഇത് കാരണം അനുഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതൊന്നും ഇവിടെ ആർക്കും ചർച്ച ചെയ്യേണ്ട. ശബ്ദം ആദ്യം പറയട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈറ്റ് പൊല്യൂഷൻ. ഇപ്പൊ എത്ര പേർക്ക് കൊച്ചിയിൽ നിന്ന് നക്ഷത്രം കാണാൻ പറ്റും? എന്തോരം നക്ഷത്രങ്ങളുടെ കൗണ്ട് കുറഞ്ഞു. ഇതാണ് ലൈറ്റ് പൊല്യൂഷൻ കാരണം നക്ഷത്രങ്ങളെ കാണുന്നില്ല. സൗണ്ട് പൊല്യൂഷൻ കാരണം ആൾക്കാർക്ക് ഉറക്കമില്ല. പിന്നെ മനസ്സിലാക്കണം, എല്ലാവരും തൊഴിലാളികളാണ്. കുറെ രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ചെയ്ത് വന്നു കഴിയുമ്പോൾ സമാധാനമായിട്ട് കിടന്നുറങ്ങണം. ഇപ്പൊ പുറത്തെ ശബ്ദവും ബഹളമൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെ ഇവർക്ക് ഇത് കിട്ടും? ഒന്നും കൂടി സ്ട്രെസ് കൂട്ടാണ്. നിങ്ങൾ ബാക്കിയുള്ളവർക്ക് സ്ട്രെസ് റിലീഫിന് വേണ്ടി ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് സ്ട്രെസ് കൂട്ടി തെറ്റാണ് മാറ്റി. നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വോളിയത്തിലെ ഇത് വെച്ചിട്ടല്ല. ഇപ്പൊ ജർമ്മനിയിൽ 9 മണി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോലും അനുവാദമില്ല. മീൻസ് അപ്പുറത്തെ ആളുകൾക്ക് ഉറങ്ങണം. അതേ എടുത്ത് തന്നെ ആക്റ്റീവ് നൈറ്റ് ലൈഫ് ഉണ്ട്. അത് വളരെ കുറഞ്ഞ ശബ്ദത്തിൽ അതിനടുത്ത് നിൽക്കുന്നവരാണ്.